നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായിരിക്കുന്നത് ഇടതുപക്ഷത്താണ്. അതിന് പ്രത്യേക കാരണവുമുണ്ട്. കുറച്ചു ദിവസം മുമ്പ് വിവാദമായ PM ശ്രീ പദ്ധതി, ആ PM ശ്രീ പദ്ധതിയിലുണ്ടായ CPM CPI തർക്കം മേൽത്തട്ടിൽ പറഞ്ഞ് എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും താഴെത്തട്ടിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഇപ്പോഴുമുണ്ട്. താഴെത്തട്ടിൽ ആ രാഷ്ട്രീയ വൈരം ഇപ്പോഴും CPM-നും CPI-ക്കും ഇടയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. അതാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജനത്തിലും ഒക്കെയുള്ള ഈ കീറാമുട്ടിയായിട്ടുള്ള ഒരു പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം. സാധാരണയായി തദ്ദേശ തെരഞ്ഞെടുപ്പുകളായാലും മറ്റു തെരഞ്ഞെടുപ്പുകളായാലും ആദ്യമേ ചിട്ടയായ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPM ആണ്. എന്നാൽ ഇക്കുറി സ്ഥാനാർത്ഥി നിർണയം പോയിട്ട് വാർഡ് നിർണയങ്ങൾ പോലും കൃത്യമായി ഇടതുമുന്നണിക്കുള്ളിൽ നടപ്പായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് ആകട്ടെ ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. നിരവധി വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രധാനപ്പെട്ട നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഒക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപിക്കുന്ന നടപടികളിൽ ഏറെ മുന്നോട്ട് പോയി. BJP-യും തൊട്ടുപുറകെയുണ്ട്. BJP-യും പല പല വാർഡുകളിലും സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ശൈശവ ദശയിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. സാധാരണയായി ഇടതുപക്ഷം ഇങ്ങനെയായിരുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം സംസ്ഥാനത്തെ പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും കൂടുതൽ സീറ്റുകൾ, കൂടുതൽ വാർഡുകളാണ് CPI ആവശ്യപ്പെടുന്നത്. എന്നാൽ ഒരൊറ്റ സീറ്റ് പോലും അധികം നൽകേണ്ടതില്ല എന്ന് CPM തീരുമാനിക്കുന്നു. CPI-യുടെ ആവശ്യത്തെ പാടെ നിരാകരിക്കുകയാണ് CPM ചെയ്യുന്നത്. PM ശ്രീയിൽ പാർട്ടിക്കുണ്ടായ ഒരു നാണക്കേട് അല്ലെങ്കിൽ പാർട്ടിക്കുണ്ടായ ഒരു തിരിച്ചടി അത് പരിഹരിക്കണമെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലടക്കം കൂടുതൽ സീറ്റുകൾ നൽകേണ്ടതുണ്ട്. അത് വിട്ടു നൽകേണ്ടത് CPM-ന്റെ ഉത്തരവാദിത്തമാണ് എന്ന് CPI വാദിക്കുന്നു. ഇടതുമുന്നണിയിൽ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കാനാണ് CPI-യുടെ തീരുമാനം. അതേസമയം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് CPI-ക്ക് കൂടുതൽ സീറ്റുകൾ ഒരെണ്ണം പോലും നൽകേണ്ടതില്ല എന്നും പറ്റുമെങ്കിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്ന് CPI മത്സരിക്കട്ടെ, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ എന്ന നിലപാടാണ് CPM പലയിടങ്ങളിലും സ്വീകരിക്കുന്നത്. എന്തായാലും ഇത് പ്രതിസന്ധിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി CPM വിജയിച്ച, ഇടതുമുന്നണി വിജയിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ഇത് CPM-ന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം BJP 30 സീറ്റുമായി തൊട്ടുപുറകിലുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. കോൺഗ്രസും അതിശക്തമായ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തിറക്കി ഇത്തവണ കോർപ്പറേഷൻ പിടിക്കാനാണ് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് PM ശ്രീയിലെ തർക്കം താഴെത്തട്ടിൽ CPI-ക്കും CPM-നും ഇടയിലുള്ള ഒരു വലിയ രാഷ്ട്രീയ അന്തരമായി നിൽക്കുന്നത്. ഇത് പല പഞ്ചായത്തുകളിലും പല മുനിസിപ്പാലിറ്റികളിലും പല നഗരസഭകളിലും പല കോർപ്പറേഷനുകളിലും ഇടതുമുന്നണിയുടെ വിജയത്തെ സാരമായി ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പല മണ്ഡലങ്ങളിലും CPI-യുടെ വോട്ടുകൾ പൂർണ്ണമായും ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക്, CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു തർക്കം PM ശ്രീ ഉണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ വിവാദം അതിപ്പോഴും ഇടതുമുന്നണിയെ വിടാതെ പിന്തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അത് വലുതായി പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ.